മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന രാഷ്ട്രീയ പ്രചരണ മുദ്രാവാക്യത്തിന് സമാനമായി ക്യാപ്റ്റൻ പിണറായി തന്നെ, നായകൻ പിണറായി തന്നെ എന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് LDFിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ, ഇലക്ഷൻ പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന നേതൃത്വം അതിൻ്റെ എല്ലാ പൊലിമയോടെയും ഈ ഇലക്ഷൻ രംഗത്ത് ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് ഇളക്കി മറിച്ചുകൊണ്ട് മുന്നേറുകയാണ്. സാധാരണഗതിയിൽ ഒരു ക്രൗഡ് പുള്ളർ ആയ നേതാവ് ഇലക്ഷൻ കാലത്ത് പ്രത്യേകമായും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ആരവങ്ങളേക്കാൾ, ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആവേശങ്ങളേക്കാൾ അധികമാണ് ഈ 83-ാം വയസ്സിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമ്പോൾ ഉണ്ടാവുന്നത്. അത് കേവലം വ്യക്തി ആരാധനയല്ല, കൃത്യമായി രാഷ്ട്രീയ സന്ദേശം നൽകുന്ന പിണറായിയുടെ പ്രസംഗങ്ങൾ, ഇടപെടലുകൾ, നിലപാടുകൾ, കൃത്യമായ രാഷ്ട്രീയ വ്യക്തത വരുത്തുന്ന പ്രസംഗങ്ങൾ, ഇതെല്ലാം ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി LDF തന്നെയാണ് വരേണ്ടത്. അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെൻറ്റിൻ്റെ റോൾ എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് ആവർത്തിച്ച് അവരുടെ മനസ്സുകളിൽ അരക്കിട്ടുറപ്പിക്കുന്നു. അതുകൊണ്ടാണ് നായകൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ പിണറായി തന്നെ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നതും പിണറായിയുടെ ക്യാമ്പയിൻ ജനങ്ങളിൽ എത്രത്തോളം ആവേശമുണർത്തുന്നു, അത് എത്രത്തോളം പൊളിറ്റിക്കലാണ്, പിണറായി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ആവേശം എത്രത്തോളം കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇത് ആവർത്തിച്ച് ഒരിക്കൽ കൂടി പറയട്ടെ, കേവലം വ്യക്തി ആരാധനയല്ല, മറിച്ച് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തുന്നതിൻ്റെ രാഷ്ട്രീയം കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. കൂടുതലായി ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ മനസ്സിലാവും. 2021 ഇലക്ഷൻ പ്രചരണ കാലം, തുടർഭരണത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തിരുന്ന കാലം. അന്ന് ആ സമയത്ത് ഒരു അന്തർദേശീയ വനിതാ ദിനത്തിൽ മാർച്ച് 8-നാണ് പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ്റെ കേരള യാത്രയുടെ സമാപനത്തിൽ അമിത്ഷാ തിരുവനന്തപുരം ശംഖുമുഖത്ത് മുഖ്യമന്ത്രിക്കെതിരെയും CPIM-നെതിരെയും LDF സർക്കാരിനെതിരെയും ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രസംഗിച്ചത്, ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതിന് പിറ്റേ ദിവസം കണ്ണൂരിലെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ പിണറായി കൊടുത്ത മറുപടി ഇന്നും സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയം പറയുന്ന ആളുകൾക്ക് എൻസൈക്ലോപീഡിയയാണ്. അമിത്ഷാ വർഗീയതയുടെ ആൾ രൂപമാണ് എന്ന് തുടങ്ങി പിണറായി വിജയൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പിന്നീട് അമിത്ഷാ തയ്യാറായില്ല. മറുപടി ഉണ്ടായിരുന്നില്ല എന്നതാണ് കാര്യം. 1, 2, 3 എന്നുള്ള ആ മറുപടിയിൽ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഇടതുപക്ഷവും CPIM-ഉം പിണറായി വിജയനും സ്വീകരിക്കുന്ന നിലപാടുകളുടെ എല്ലാ തരത്തിലുള്ള ആർജവവും വിട്ടുവീഴ്ചയില്ലായ്മയും ഉണ്ടായിരുന്നു. അതാണ് കാര്യം. ഈ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി വർഗീയതയ്ക്കെതിരെ, ഫാസിസത്തിനെതിരെ, ജനാധിപത്യത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, അഴിമതിക്കെതിരെ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വഞ്ചനകൾക്കെതിരെ കൃത്യമായി 1, 2, 3 എന്ന് എണ്ണി പറയുന്ന രാഷ്ട്രീയ പ്രചാരണ ക്യാമ്പയിനാണ് പിണറായി തുടക്കം മുതൽ അനുവർത്തിക്കുന്നത്, സ്വീകരിക്കുന്നത്. അത് ജനങ്ങളെ ആകർഷിക്കുകയും ജനങ്ങൾക്ക് ഈ ഇലക്ഷനിൽ എന്തുകൊണ്ട് വീണ്ടും LDF വരണം എന്ന് പറയാനുള്ള ക്യാമ്പയിൻ മെറ്റീരിയൽ നൽകുകയും ചെയ്യുന്നു. അതുകൂടിയാണ് കാര്യം. ജനങ്ങൾക്ക് പ്രസംഗം കേട്ടവർക്ക്, അങ്ങനെ ചൊല്ലുണ്ടല്ലോ, കേട്ടവർ കേൾക്കാത്തവരോട് പറയണം എന്ന് പറയുന്ന പോലെ, കേട്ടവർക്ക് കേൾക്കാത്തവരോട് പറയാൻ ഒരു പ്രചാരണ ഇലക്ഷൻ ക്യാമ്പയിൻ മെറ്റീരിയൽ നൽകുക കൂടിയാണ് പിണറായി വിജയൻ്റെ ഓരോ പ്രസംഗവും ചെയ്യുന്നത്. ഓരോ പ്രസംഗവും ഓരോ ഇലക്ഷൻ ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ നോട്ടീസ് തന്നെയായി മാറുന്നു. എന്താണ് പറയേണ്ടത് ആളുകളോട്, എന്തുകൊണ്ട് LDF വരണം എന്ന് പറയുന്നതിൻ്റെ ഒരു കൃത്യമായ സന്ദേശമാണ് പിണറായി വിജയൻ. അത് ഉണ്ടാക്കുന്ന ചലനങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം കാണുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നമ്മൾ ഓരോ മണ്ഡലങ്ങളിലെയും കൃത്യമായി ഓരോന്നും എടുത്ത് പറയുമ്പോൾ സമയമെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യമായ പോയിന്റ് സൂചിപ്പിക്കുകയാണ്. എന്താണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ നിർവഹിച്ച ഇടതുപക്ഷത്തിൻ്റെയും LDF-ൻ്റെ CPIM-ൻ്റെ പ്രത്യേകിച്ചും LDF-ൻ്റെ പൊതുവെയും
ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുമ്പോൾ പിണറായി വിജയൻ ജനങ്ങളെ കൃത്യമായി സ്വാധീനിക്കുകയും അവരുടെ ചിന്തകളെയും നിലപാടുകളെയും തീരുമാനങ്ങളെയും ആകർഷിക്കുകയും ചെയ്തതിൻ്റെ ഒരു കൃത്യമായ പോയിന്റിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചനയുടെ ഒരു ആൾ രൂപം പ്രത്യക്ഷപ്പെട്ടത്. നമുക്കറിയാം, അമ്പലപ്പുഴ CPM-ന്റെ പ്രമുഖ നേതാവായിരുന്ന 2 തവണ മന്ത്രിയും 4 തവണ MLA-യും ആയിരുന്ന ജി സുധാകരൻ മുൻകൂട്ടി ആലോചിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനമെടുത്ത് BJP-യുടെയും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ BJP-യുടെയും UDF-ൻ്റെയും പിന്തുണ വാങ്ങി CPM വിട്ട് അവിടെ സ്വതന്ത്ര വേഷമണിഞ്ഞ് മത്സരിക്കുകയാണ്. അവിടെ ആലപ്പുഴ ജില്ലയിൽ പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനവും വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളും ജി സുധാകരൻ്റെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന CPM വിരുദ്ധ ക്യാമ്പയിൻ്റെയും മുഖം മൂടി അക്ഷരാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ശാന്തമായും സൗമ്യമായും കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും ഒരു ആവേശവും അമിതാവേശവും കാണിക്കാതെ എന്നാൽ കൃത്യമായി തുറന്നു കാട്ടുന്നതായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ആലപ്പുഴ ജില്ലയിലെ ക്യാമ്പയിൻ പ്രചാരണ ക്യാമ്പയിൻ പ്രസംഗ പര്യടനം കഴിഞ്ഞോടുകൂടി സുധാകരൻ അവിടെ ഒരു ബിഗ് സീറോ ആയി മാറുന്ന കാഴ്ചയിലേക്കാണ് പോകുന്നത്. അത് കേവലം അമ്പലപ്പുഴ മണ്ഡലത്തിലെ എച്ച് സലാമിൻ്റെ വിജയത്തെ സ്വാധീനിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആലപ്പുഴ ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളെയും കേരളത്തിൽ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ജി സുധാകരൻ ഫാക്ടറിൻ്റെ ഒരു കണികയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും തുളച്ചു നീക്കുന്ന തരത്തിലായിരുന്നു ആലപ്പുഴ ജില്ലയിലെ പിണറായി വിജയൻ്റെ പര്യടനം. മനസ്സിലാക്കേണ്ട കാര്യം, 16 വർഷം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് സംഘടനയിൽ ആലപ്പുഴയാണെങ്കിലും കണ്ണൂരാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും എവിടെയാണെങ്കിലും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എങ്ങനെ എവിടെ കൃത്യമായി ഇടപെടണം, എവിടെ തുടരണം പ്രശ്നം പരിഹരിക്കാൻ എന്നതിൽ സംശയമില്ലാത്ത ആളാണ്. ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുകയാണ് നല്ലത്, ചില ആളുകൾ പുറത്തേക്ക് പോവുകയാണ് നല്ലത് എന്ന് ബോധ്യമുള്ളത് കൊണ്ടുകൂടിയാണ് ചില സമയങ്ങളിൽ അദ്ദേഹം മൗനം പാലിക്കാറ് എന്നെല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും കൃത്യമായി 3 തവണ ഈ സുധാകരൻ ഞാൻ വിളിച്ചു, അദ്ദേഹം എടുത്തില്ല, തിരിച്ചു വിളിച്ചില്ല എന്ന് തുറന്നു പറഞ്ഞ നേതാവാണ് പിണറായി വിജയൻ. അപ്പോൾ ആ ഘട്ടമെല്ലാം കഴിഞ്ഞ് ജി സുധാകരൻ അപ്പുറത്ത് നിന്ന് അവരുടെ സ്ഥാനാർത്ഥിയായി BJP-യുടെ പിന്തുണയും UDF-ന്റെ പിന്തുണയും നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് പ്രസംഗിക്കുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെ നേരിടണം എന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ആലപ്പുഴയിൽ പിണറായി വിജയൻ്റെ പ്രസംഗ പര്യടനത്തിലുണ്ടായത്. ഓരോ സ്ഥലങ്ങളിലും അതുതന്നെയാണ് കാര്യം. വർഗീയതയ്ക്കെതിരെ, ഫാസിസത്തിനെതിരെ ഞങ്ങളാണ് മുന്നിൽ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് ഡൽഹിയിൽ കെജ്രിവാളിനെ പിന്നിൽ നിന്ന് കുത്തിയ മാതിരി ഇവിടെ വന്ന് CPM-നെയും ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും പിന്നിൽ നിന്ന് കുത്തുന്ന വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ അതും തുറന്നു കാണിച്ചത് പിണറായി വിജയൻ്റെ പ്രസംഗ പര്യടനത്തിലാണ്. നമുക്കറിയാം, ഡൽഹിയിൽ മദ്യനയ അഴിമതിയുടെ സൂത്രധാരൻ എന്ന വ്യാജമായൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ ഡൽഹിയിൽ പിറകിൽ നിന്ന് കുത്തി. ആ കുത്തൽ ഇന്ത്യ മുന്നിൻ്റെ ഭാഗമായ കെജ്രിവാളിനെയും AAP-യും പുറകിൽ നിന്ന് കുത്തിയപ്പോൾ അത് ഉപകാരപ്പെട്ടത് BJP-ക്കാണ്. അവിടെ BJP തിരിച്ചു വന്നു. പക്ഷേ കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും ഡൽഹി ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. അപ്പോൾ ജാള്യതയിലായത് കോൺഗ്രസ്സാണ്. ചതി തുറന്നു കാട്ടപ്പെടുകയും ചെയ്തു. അതേ ചതിയാണ് കേരളത്തിൽ വന്ന് കാണിക്കുന്നത്. പിണറായി വിജയനെ കേന്ദ്ര ഭരണം നടത്തുന്നവർ നരേന്ദ്രമോദിയും അമിത്ഷായും കേസുകൾ അറസ്റ്റ് ചെയ്യാതെ സഹായിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഏത് കേസിലാണ് പിണറായി വിജയൻ പ്രതിയായിട്ടുള്ളത്? ഏത് കേസിലാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നവരുടെ മോദിയുടെ അമിത്ഷായുടെ ഔദാര്യം പിണറായി വിജയൻ നേടിയിട്ടുള്ളത്? പിണറായി വിജയൻ എന്ത് ഔദാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്? അതിനൊന്നും രാഹുൽ ഗാന്ധിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അതാണ് രാഷ്ട്രീയ വഞ്ചന എന്ന് പറയുന്നത്. അതും സൗമ്യമായി തുറന്നു കാട്ടിക്കൊണ്ടാണ്. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ വലിയ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമാണെങ്കിലും അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവിൻ്റെയും പ്രവർത്തകൻ്റെയും സാമാന്യ ബുദ്ധി പോലുമില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ക്യാമ്പയിൻ തുടരുന്നത്. ഈ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ, LDF-ൻ്റെ, CPM-ൻ്റെ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ആളുകളുടെ ഇടതുപക്ഷത്തിന് തുടർഭരണം വരണം എന്ന് കൃത്യമായി ബോധ്യമുള്ളവരുടെ പ്രചാരണത്തിൻ്റെ കുന്തമുന, അവർക്ക് ആളുകളോട് കൂടുതലായി പറയാനുള്ള കാര്യങ്ങളുടെ ക്യാമ്പയിൻ മെറ്റീരിയൽ ആയി മാറിക്കൊണ്ട് ഇടതുപക്ഷത്തെയും കേരളത്തെയും നയിക്കുന്ന ക്യാപ്റ്റൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഇളക്കവും
പഴക്കവും ആവർത്തിച്ച് പറയുമ്പോൾ ഈ 83-ാം വയസ്സിലും പിണറായി നയിക്കുന്ന തേരോട്ടത്തിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി വീണ്ടും പ്രസക്തമാവുകയാണ്, ആളുകൾക്ക് ബോധ്യമാവുകയാണ്. കേരളം എങ്ങോട്ട് പോകും എന്നതിൻ്റെ ദിശാസൂചിക തന്നെയാണ് പിണറായിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ നേതൃത്വം. നന്ദി, നമസ്കാരം.